അടുത്തത് ശ്രീദേവി ഗോപകുമാർ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡിന് ഉദര സംബന്ധമായ അസുഖങ്ങളുണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, ദഹന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്തൊരു മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. പൊതുവെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഗുരുവായൂർക്കാർ എല്ലാവരും പണ്ട് കാലത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. ത്രിമധുരം നേദിച്ചിട്ട് അത് ആനയ്ക്ക് കൊടുക്കുക എന്ന് പറയും. ത്രിമധുരം ഉച്ചപൂജയ്ക്ക് നേദിക്കുമല്ലോ, അപ്പോൾ നമ്മളത് ഷീട്ടാക്കിയിട്ട് വാങ്ങിയിട്ട് ആ പ്രസാദം ആനയ്ക്ക് കൊണ്ടുപോയിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുക. അങ്ങനെയാണ് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ കഴിച്ചത് കൊണ്ടും നമുക്ക് യാതൊരു കുഴപ്പമില്ല, കഴിക്കുന്നതും നല്ലതാണ്. പക്ഷെ പൊതുവേ ആനയ്ക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇനിയിപ്പോൾ ഭഗവാന്റെ പ്രസാദങ്ങൾ അത് ഏത് തന്നെയാണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാകില്ല എന്ന് പറയുക. പ്രത്യേകിച്ച് വയറിലുള്ള അസുഖങ്ങളൊക്കെ മാറും എന്ന് പറയാറുണ്ട് കേട്ടോ. അതാണ് കുറൂരമ്മ പറഞ്ഞത്. പണ്ട് കുറൂരമ്മയുടെ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാമം ജപിച്ചോളൂ, തീർത്ഥം സേവിച്ചോളൂ എന്നുള്ളത് ഒരു വയറുവേദനക്കാരൻ്റെ അടുത്ത് പറഞ്ഞതാ. ഭഗവാൻ അത് മാറ്റിക്കൊടുത്തു. അത് കുറൂരമ്മയോടുള്ള സ്നേഹമാണ് കേട്ടോ. കുറൂരമ്മ പറഞ്ഞ വാക്ക് ഭഗവാൻ സത്യമാക്കി കൊടുത്തത്, അദ്ദേഹത്തിന്റെ അസുഖം മാറ്റിക്കൊടുത്തു. അതേപോലെ തന്നെ ആഞ്ഞമാധവൻ നമ്പൂതിരിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, തിരുനാമാചാര്യൻ. അദ്ദേഹം ഗുരുവായൂർക്ക് വരുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം ആചാര്യനൊന്നും ആയിരുന്നില്ല, ഒരു വയറുവേദനയായിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ കൂടിയിട്ട് ഭഗവാനെ എന്നും തൊഴുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, പ്രസാദം സേവിക്കുക. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന്റെ വയറുവേദനയൊക്കെ മാറിയത് എന്നും കൂടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഭഗവാന്റെ പ്രസാദത്തിന്റെ ഒരു മാഹാത്മ്യത്തെക്കുറിച്ചാണ്, ഒരു മഹത്വത്തെക്കുറിച്ചാണ്. അത് നമ്മൾ സേവിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വഴിപാടുകളൊക്കെ ഷീട്ടാക്കുന്ന സമയത്ത് പ്രസാദം ലഭിക്കുന്ന വഴിപാടുകളുണ്ടല്ലോ, അത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രസാദം നമ്മൾ സേവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാൽപ്പായസാണെങ്കിലും ത്രിമധുരാണെങ്കിലും വെണ്ണയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സേവിക്കുന്നത് വളരെ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇപ്പോൾ രോഗശാന്തിക്കായിട്ട് കാളിയമർദ്ദനം ഷീട്ടാക്കാം. ഏത് വിധത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും അതെല്ലാം മാറാനായിട്ട് കാളിയമർദ്ദനം ഷീട്ടാക്കാം. പിന്നെ എള്ള് കൊണ്ടുവന്ന് സമർപ്പിക്കാം, എള്ളുകൊണ്ട് തുലാഭാരം നടത്താം. അതൊക്കെ അസുഖങ്ങൾ മാറാനായിട്ട് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എള്ളുകൊണ്ടൊക്കെ തുലാഭാരം നടത്തുന്നത് കാണാറുണ്ട്. പിന്നെ ഒന്നാണ് ഭഗവാന്റെ അത്താഴപൂജ കണ്ടു തൊഴുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട്. ബ്രഹ്മാണ്ഡ നായകനായിട്ടാണ് ഗുരുവായൂരപ്പന്റെ അത്താഴപൂജ സമയത്തുള്ള ഒരു ഭാവം. ഉദര സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറ്റിത്തരും എന്നാണ് പറയുക. അപ്പം അത്താഴപൂജ കണ്ടു തൊഴുന്നതും നല്ലതാണ്. ഒപ്പം തന്നെ ത്രിമധുരം നേദിച്ച് ആനയ്ക്ക് കൊടുക്കുക എന്നും കൂടെ പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ.